ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലു ഫാമിലി സുജിൻ്റെ ആ ഒരു ചാനലിനെ പറയുമാതിരി 2 ദിവസം മുമ്പ് ഒരാൾ വന്ന് അങ്ങോട്ട് മെസ്സേജ് ഇട്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു തെറിയൊക്കെ എടുത്ത് വെളിയിലിടുകയൊക്കെ ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് സുജിനെ ടാർഗറ്റ് അല്ലെന്ന്. തീർച്ചയായുമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സുജിൻ കുറേ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലി വ്ളോഗൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ കിക്ക് എന്ന് പറയുന്ന സംഘടനയിൽ അംഗത്വം എടുത്തിട്ടില്ല. ഇത് കുറച്ച് നാൾ കണ്ടുള്ള വിഷയമാണ്, അധികം ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. ഇനിയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പുറത്ത് വരണം, അതുകൊണ്ട് മാത്രം സംസാരിക്കുന്നതാണ്. അപ്പോൾ കിക്ക് എന്ന് പറയുന്ന സംഘടനയിൽ അംഗത്വം എടുക്കാത്തവരെ ടാർഗറ്റ് ചെയ്ത് ഇവിടെ അടിക്കുന്നുണ്ട്. അതിന് മെയിനായിട്ട് ഉള്ള ഒരാൾ ഇറ്റ്സ് മീ കേസ് എന്നുള്ള ഒരാളാണ്. എന്തുകൊണ്ട് സുജിൻ മുക്കിയാലും മൂളിയാലും ഒക്കെ സംസാരിക്കുന്ന കൈസ് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചില്ല? മനഃപൂർവ്വം ഇവരിൽ നിന്ന് തന്നെ ഇത് കോഴിക്കോട് ബേസ് ചെയ്ത് ഒരു ടീമാണ് ഇദ്ദേഹത്തിന് പെണ്ണെന്നുള്ള രീതിയിൽ എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി മെസ്സേജ് അയക്കുകയും അതിനുശേഷം അയാളെ വളരെ മോശമായിട്ട് അയാളോട് സംസാരിക്കുകയും പൈസയൊക്കെ ആവശ്യപ്പെടുകയും അത് കഴിഞ്ഞിട്ട് നീ കൊള്ളില്ലടാ മോശമാണെന്നുള്ള രീതിയിൽ മെസ്സേജ് അയക്കുകയും ഇതെടുത്ത് വേറെ പുതിയ ചാനലുണ്ടാക്കി വെളിയിടുകയും അതെടുത്ത് കണ്ടൻ്റ് ആക്കാനും നോക്കി. പക്ഷെ അതിന് മുമ്പേ സുജിൻ അടിച്ചു ആപ്പ്. മനസ്സിലായി? സുജിൻ അതിൻ്റെ സത്യാവസ്ഥ എടുത്ത് വെളിയിട്ടു. ഇതാണ് ആക്ച്വലി നടക്കുന്നത്. കുറേ പേര് ടാർഗറ്റ് ചെയ്ത് ഇപ്പം സുജിനെ പോലുള്ള ഫാമിലി വ്ളോഗേഴ്സിന് കുറേ പേര്, ഇപ്പം സുജിൻ മാത്രമല്ല, നമ്മുടെ മല്ലു ഫാമിലിയിൽ മറ്റേ ഒരു പാവ ഒരു അമ്മയുണ്ടല്ലോ, അവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? സുജിനൊക്കെ എന്താ വല്ല രാജ്യദ്രോഹിയാണോ? ഈ കിക്ക് എന്ന് പറയുന്ന സംഘടനയിൽ അംഗത്വം എടുത്തില്ലെങ്കിൽ എന്താ ആരെങ്കിലും കൊന്നുകളയേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം കുറേ നാളാണ്ട് സുജിൻ മുള്ളിയപ്പെടുത്തം പ്രശ്നം, മുഖ്യ പ്രശ്നം, സുജിൻ എന്തെങ്കിലും ചെയ്ത അല്ലെങ്കിൽ സുജിൻ്റെ ഈ പറയുമാതിരി വലിയ വലിയ തട്ടിപ്പ് നടത്തുന്ന ഹെൽനോസ് പാട്ടെ പോലുള്ളവർക്ക് ഒരു കുഴപ്പമില്ല. അതൊക്കെ അബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബദ്ധമായ അബദ്ധങ്ങൾ, വളരെ ചെറിയ അബദ്ധങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കി കളയും. നേരെ മറിച്ച് സുജിൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, കഴിഞ്ഞ ദിവസം സുജിൻ്റെ വൈഫിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും. അതൊക്കെ ഭയങ്കര വാർത്തയായി. എന്തുകൊണ്ട് ഈ മുൻനിര ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഈ കിക്ക് എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ സുജിനെ പെടുത്താൻ വേണ്ടി ഈ ചെയ്തത് എന്തുകൊണ്ട് വെളിയിൽ കൊണ്ടുവന്നില്ല? ദാറ്റ്സ് എ ടാർഗറ്റ്. ആ മനുഷ്യൻ ടാർഗറ്റഡ് ആണ്. അയാളെപ്പറ്റി എന്താ പറയുന്നത്, മോശമായിട്ടുള്ള കോണ്ടൻറ്റ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഇവിടെ ചിലർ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഈ സംഘടന തീരുമാനമെടുത്തു കഴിഞ്ഞു. അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ ആൾക്കാർ ഇതേപോലെ അനുഭവിക്കുന്നുണ്ട്. ഈ പറയുമാതിരി കിക്ക് എന്ന് പറയുന്ന സൈബർ ഗുണ്ടായിസം ചെയ്യുന്ന ഈ നാറിയ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ അറിയണം, അതിനുവേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത് ഈ ടാർഗറ്റ് ചെയ്യുന്നവർക്ക് അടിമയായി ആരും നിൽക്കാതിരിക്കുക. ഞാൻ ഒന്നും കൂടെ പറയുന്നത്, ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടാണ് കാണുന്നത്, അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവർക്ക് ഒരിക്കലും എന്താ പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ ബുദ്ധിയോ ഒരിക്കലും അവർക്ക് പണയം വെക്കാതിരിക്കുക. അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.